ഇവരൊക്കെ ആരാ ചെറിയമ്മേ? അത് പിന്നെ അതെ, ഞങ്ങൾ മാളുവിന് പെണ്ണ് കാണാൻ വന്നതാ. ഞാനാണ് ചെക്കൻ. സുധേ, ഈ പയ്യൻ ബന്ധുവാണോ? ആ, രവിയേട്ടന്റെ മൂത്ത ഒരാളുണ്ടായിരുന്നു, ഗോപാലേട്ടൻ. ആള് മരിച്ചുപോയി. ആളുടെ മോന്. ഓ, എന്താ പേര്? ശ്രീനാഥ്. എന്ത് ചെയ്യുന്നു? ഞാൻ ഹൈസ്കൂൾ മാഷ. ഓ, ചുമ്മാതല്ല ഇവള് പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞു കിടന്ന് തുള്ളുന്നത്. പഠിച്ചാലേ രക്ഷയുള്ളൂ എന്നൊക്കെ ഇയാളായിരിക്കും ഉപദേശിച്ചു കൊടുക്കുന്നതല്ലേ? ഇന്നത്തെ കാലത്ത് പഠിത്തം പ്രധാനമാണല്ലോ. പെണ്ണ് കാണലിന്റെ കാര്യം നീ എന്നോട് പറഞ്ഞില്ലല്ലോ മാളു. അല്ല ഏട്ടാ, അത് പിന്നെ ഇതേ പെണ്ണ് കാണാനുള്ള വരവല്ല, കല്യാണം ഉറപ്പിക്കാനുള്ള വരവായിരുന്നു. കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനിച്ചു. സുധ പറയും. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ സുധേ. ജാതകം കൊടുത്തുവിടാൻ മറക്കരുത് കേട്ടോ. ഇല്ല. പോയിട്ട് ശരി എന്നാ. വാടാ അമ്മേ, ഇതുവഴി കയറണോ അമ്മേ? ഓ, കയറിക്കോളൂ. മാളുവിന്റെ ഏട്ടൻ എന്ന് പറയുമ്പോ എനിക്കും ഏട്ടന്റെ സ്ഥാനമാണല്ലോ അല്ലേ? അല്ലേ? എന്നാ ഏട്ട എന്നെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കണം. അനുഗ്രഹിച്ചെന്ന് പറഞ്ഞാലേ ഞാൻ അനുഗ്രഹിക്കുള്ളൂ. ഈ വാഴ എന്തൊക്കെ കാണിച്ചു എന്തോ. എന്നാ ഏട്ടാ, ഇനി ഞാൻ പോയിട്ട് വരട്ടെ. അമ്മ പോയിട്ട് വരട്ടെ. മാളു ബൈ. ചെറിയമ്മേ, എന്തായി കാണിക്കുന്നത്? ഇപ്പൊ എത്ര ധൃതി പിടിച്ച് മാളൂട്ടിയുടെ കല്യാണം നടത്തേണ്ട ആവശ്യം എന്താ? ശ്രീ, കല്യാണപ്രായമായ പെമ്പിള്ളാരെ കെട്ടിച്ചു വിടണം. അതാണ് നാട്ടു നടപ്പ്. ചെറിയമ്മേ, മാളൂട്ടി എഴുതിയ എൻട്രൻസിന്റെ റിസൾട്ട് വന്നു. ഞാനത് പറയാൻ വന്നതാ. മാളൂട്ടി പാസ്സായി. അവൾക്ക് എൻട്രൻസ് കിട്ടി. മാളു, എൻട്രൻസ് കിട്ടിയെന്ന് അറിഞ്ഞിട്ട് നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്ത? എനിക്ക് സന്തോഷമുണ്ടല്ലോ ശ്രീയേട്ടാ. മോളെ, നിന്നെ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ. നീ കല്യാണത്തിന് സമ്മതിച്ചോ? അവക്കൊരു സമ്മതക്കുറവുമില്ല. നല്ലൊരു ബന്ധം വന്നേക്കുന്നേ. അതും ഇതും പറഞ്ഞ് നീ അവളുടെ മനസ്സ് മാറ്റണ്ട. അതല്ല ചെറിയമ്മേ, ഒന്ന് ആലോചിച്ച് നോക്ക്. എൻട്രൻസ് കിട്ടിയത് അത്ര നിസ്സാര കാര്യ? ഇപ്പൊ ഈ കല്യാണം നടത്തിയ മാളൂട്ടിയുടെ പഠിത്തം പാതി വഴിയിൽ നിന്ന് പോത്തില്ലേ?